നമസ്കാരം ടിട്ടാ. നമ്മുടെ അന്തരിച്ച കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അദ്ദേഹം പൊടുന്നനെ ഒരു ബിസിനസ് സാമ്രാജ്യത്വ ശക്തിയായി വളർന്ന ഒരു ബിസിനസ് മാഗ്നറ്റാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും വിദേശത്തും കോടാനുകോടി സ്വത്തുവകകൾ സമ്പാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് ഇടതു വലതു രാഷ്ട്രീയക്കാർ നടത്തുന്ന ബാലിശമായ കാര്യങ്ങൾ, തികച്ചും ബാലിശമായ കാര്യങ്ങൾ, അത് എടുത്തു പറയാതെ പോകാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരല്പം നീളം കൂടുമെന്ന് തന്നെ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. IT എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സുകാർ ചെയ്തത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയ റെയ്ഡൊന്നുമല്ല. ഇത് വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകളുടെയൊക്കെ വീടുകളിലും ഓഫീസുകളിലൊക്കെ സാധാരണ നടന്നു വരാറുള്ളതാണ്. ഇതിൽ ടാക്സ് വെട്ടിച്ചിട്ടുണ്ടോ, മറ്റ് ക്രമക്കേടുകളുണ്ടോ എന്നൊക്കെ ആദായ നികുതി വകുപ്പുകാർ പരിശോധിക്കും. അത് സ്വാഭാവികം. എന്നെ പോലെ സാധാരണക്കാരൻ്റെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ലെന്ന് അവർക്കറിയാം. കാര്യം എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ അന്നോടന്ന് ഉപജീവനം നടത്തി പോകുന്നവനാണ്. അപ്പം എൻ്റെ വീട്ടിൽ കയറി വന്നാൽ അവർക്കൊന്നും കിട്ടാനില്ല. കിട്ടേണ്ട നികുതി അത് സർക്കാരിന് പിരിച്ചെടുത്ത് കൊടുക്കേണ്ട ചുമതല ഇതുപോലുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കാണ്. അവരവരുടെ ജോലി അവരത് കൃത്യമായി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനിടയിൽ അങ്ങനെ മറ്റൊരു നുണപ്രചരണം നടത്തി. എന്താ? ഇൻകം ടാക്സുകാർ കാരണമാണ് CJ റോയ് ആത്മഹത്യ ചെയ്തതെന്ന്. അപ്പോൾ എന്ത് ബാലിശമായ കാര്യമാണ് ഇവിടെ ഉള്ള ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിലുള്ള പ്രമുഖരുമൊക്കെ വിളിച്ച് കൂവുന്നത്. ഇവിടുത്തെ ഇടത് വലത് പാർട്ടികൾ പറയുന്നത് എന്താണ്? റോയിയെ കൊന്നത് മോദിയാണ്. ആക്ച്വലി ഇത് എന്ത് വിഡ്ഢിത്തരമാണ് ഇവരിങ്ങനെ പറഞ്ഞ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻകം ടാക്സുകാർ അവരോട് ആവശ്യപ്പെട്ടു, സ്ട്രോങ് റൂം തുറക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം തുറക്കില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് തുറക്കാതിരുന്നത് എന്നുള്ളത് തുടർ പരിശോധനകൾക്കും തുടർ അന്വേഷണങ്ങൾക്കും വിധേയമാകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്, ഇപ്പോൾ കർണാടകയിലെ CID കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞതെന്താണ്? CCTV ക്യാമറ 3 മാസമായി വർക്കിംഗ് അല്ല. ഈ CCTV ക്യാമറ കംപ്ലൈൻ്റ് ആയാൽ അത് ശരിയാക്കാനുള്ള സാമ്പത്തികമില്ലാഞ്ഞിട്ടാണോ അത് ശരിയാക്കാതിരുന്നത്? ഒന്നുകിൽ CCTV കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അദ്ദേഹത്തെ അറിയിച്ച് കാണില്ല. കാരണം അദ്ദേഹം ഒരുപാട് വിദേശ യാത്രകളൊക്കെ ചെയ്യുന്ന ആളാണ്. എപ്പോഴും നോക്കിയിരിക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഈ 3 മാസമായി ക്യാമറ ഓഫായിരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കേടായിരുന്നു എന്ന് പറയുമ്പോൾ, ഈ CJ റോയിയുടെ മരണത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ബാക്കി വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, CJ റോയിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച അടുത്ത ബന്ധത്തിലുൾപ്പെട്ട ആരെങ്കിലുമോ അതുമായി പാർട്ട്ണർഷിപ്പ് ചേർന്നവരാരെങ്കിലുമോ അവരൊക്കെ CJ റോയിയെ മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, അദ്ദേഹത്തെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വിശദമായി അന്വേഷണത്തിലൂടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മുടെ ഈ ഇന്ത്യ ഒട്ടാകെ വ്യാപാരി വ്യവസായികൾ അടയ്ക്കുന്ന ടാക്സുകൾ കൃത്യമായ ടാക്സാണ് അടയ്ക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ നമ്മുടെ കേരളം ഒട്ടാകെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും വൻകിട കമ്പനികളും സർക്കാർ പറയുന്നതനുസരിച്ചിട്ടുള്ള സ്ലാബിലുള്ള ടാക്സാണോ അടയ്ക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരിക്കലുമല്ല. നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളൊരു സ്പെയർ പാർട്സ് കടയിൽ ചെന്ന് ഒരു 3000 രൂപയുടെ സാധനം അങ്ങോട്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബില്ല് അവർ തരുന്നുണ്ടോ? ഇല്ല. അവർ തരുന്നത് എന്താണ്? എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് ഒരു ഇത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പേപ്പർ, ഒരു ബുക്ക്. ആ ബുക്കിൽ വിലയിട്ട് എത്രയാണെന്നുള്ളത് കൂട്ടി തരികയാണ് സാധാരണ
ചെയ്യുന്നത്. ബില്ല് അവർ തരാറില്ല. ഇവർ ഇൻകം ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാസത്തെ വരുമാനത്തിൻ്റെ പകുതിയാണ് ഒരു മാസത്തെ വരുമാനമായി കാണിച്ചുകൊണ്ട് ടാക്സ് വെട്ടിക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് കൊണ്ട് ഇത് സർക്കാരിന് ഈ ടാക്സ് നേരിട്ട് അവരുടെ ഖജനാവിൽ ചെന്നാൽ മാത്രമേ, ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ ചെന്നാൽ മാത്രമേ സർക്കാരിന് പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റൂ, വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. എന്നെയും നിങ്ങളെപ്പോലുള്ള സോപ്പ്, ചീപ്പ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുന്ന ഇതിൽ നിന്നുമൊക്കെ ടാക്സ് പിടിക്കുന്നുണ്ട്. ആ ടാക്സ് സർക്കാരിന് എത്തേണ്ടതാണ്. അന്വേഷണം അങ്ങോട്ട് മുന്നോട്ട് പോയി തുടങ്ങിയില്ല. അതിനു മുമ്പേ പുകമറ സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ED കയറ്റി കൊന്നു, ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കയറ്റുന്നു. അപ്പോൾ ഇതൊന്നുമല്ല, റോയിക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ മറച്ചു വയ്ക്കാനുണ്ടായ തെറ്റുകളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നത് കൊണ്ടാവാം. ഇനി എന്തായാലും ഇൻകം ടാക്സിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. ആ ഇൻകം ടാക്സ് വകുപ്പിന് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. ഇത് അറിഞ്ഞുകൂടാത്ത ആളല്ല ബഹുമാനപ്പെട്ട CJ റോയ്. അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ കോൺസുലേറ്റുകളാവാൻ വേണ്ടി പണമെറിഞ്ഞ് കോൺസുലേറ്റ് എന്ന ഒരു പദവി നേടിയെടുത്ത്, അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് എയർപോർട്ടുകളിൽ യാതൊരു ചെക്കിങ്ങുമില്ല, മറ്റ് യാതൊരു പരിശോധനകളും ഉണ്ടാവില്ല. സധൈര്യം അദ്ദേഹത്തിന് എന്ത് വേണോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വിലപിടിപ്പുള്ള പലതും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടാവാം, അദ്ദേഹത്തിൻ്റെ ഈ പദവി വച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്നതാണ്. എത്രത്തോളം വ്യക്തമുണ്ട് എന്ന് നമുക്ക് വ്യക്തതയുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ആധികാരികമായി തന്നെ അറിയില്ല. അതൊക്കെ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സകലമാന ജനങ്ങളുടെയും ആധാർ മുതൽ പാൻ കാർഡ് വരെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതേ കാണാനല്ല, വെറുതെ അല്ല. ആരുടെയൊക്കെ അക്കൗണ്ടുകളിൽ എന്തൊക്കെ എത്രയൊക്കെ രൂപ വരുന്നുണ്ട് പോകുന്നുണ്ടെന്നുള്ള കൃത്യമായ നിരീക്ഷണം ആദായ നികുതി വകുപ്പിൻ്റെ കയ്യിലുണ്ട്. അവരത് കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഇവിടുത്തെ പ്രമുഖ വ്യവസായികൾ, വലിയ വലിയ വൻകിട കമ്പനികൾ നടത്തുന്നവർ, അവരുടെയൊക്കെ അക്കൗണ്ട് എപ്പോഴും ആദായ നികുതി വകുപ്പ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിവിടെ കിടന്ന് രാഷ്ട്രീയം കളിച്ചിട്ടോ രാഷ്ട്രീയം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ?